അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സ്ത്രീകൾക്ക് നോമ്പ് ഖളാ ഉണ്ടാവും. ഹൈദ് ഉണ്ടാവുമ്പോൾ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ നമുക്ക് റമദാൻ മാസത്തിലാണെങ്കിൽ നോമ്പ് പോകും. അപ്പോൾ അത് ഒരു റമദാൻ മുതൽ മറ്റേ റമദാൻ ആവുന്നതിന് മുമ്പ് ഖളാ വീട്ടിയാൽ അതിന് മുദ്ദ് ആവശ്യമില്ല. എന്നാൽ അത് കഴിഞ്ഞ് പിറ്റത്തെ വർഷമാകുമ്പോഴേക്കും നമുക്ക് മുദ്ദ് നിർബന്ധമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നോമ്പും മുദ്ദും അതിൻ്റെ ചെറിയൊരു വിശദീകരണവുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പരിശുദ്ധ റമദാനിലെ നോമ്പ് കാരണങ്ങൾ കൂടാതെ നമ്മുടെ വീഴ്ച മൂലം ഖളാ ആക്കിയാൽ എത്രയും പെട്ടെന്ന് ഖളാ വീട്ടൽ നിർബന്ധമാണ്. കാരണങ്ങളോടുകൂടി ഖളാ ആയതാണെങ്കിൽ അടുത്ത റമദാനിന് മുന്നേ ഖളാ വീട്ടൽ സുന്നത്തുമാണ്. ഖളാ ആയ നോമ്പുകൾ അനുവദനീയ കാരണങ്ങൾ കൂടാതെ ഖളാ വീട്ടാതിരിക്കുകയും അടുത്ത റമദാൻ കഴിയുകയും ചെയ്താൽ പിന്നെ ഖളാ വീട്ടുമ്പോൾ ഒരു നോമ്പിന് ഒരു മുദ്ദ് വീതം ഫിദ്യ കൊടുക്കണം. അങ്ങനെ ഖളാ വീട്ടാതെ വർഷങ്ങൾ കൂടുന്തോറും മുദ്ദുകളുടെ എണ്ണവും കൂടും. അഥവാ ഒരു നോമ്പ് വീട്ടാനുള്ളയാൾ അത് അടുത്ത റമദാനിന് മുമ്പ് വീട്ടിയില്ലെങ്കിൽ ഒരു മുദ്ദ് കൊടുക്കണം. അതിനടുത്ത റമദാനിന് മുമ്പ് വീട്ടിയില്ലെങ്കിൽ 2 മുദ്ദ് കൊടുക്കണം. അങ്ങനെ ഓരോ വർഷത്തിനും ഓരോ മുദ്ദ് അധികം കൊടുക്കണം. അതോടൊപ്പം കാരണമില്ലാതെ ഖളാ വീട്ടുന്നത് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകൽ ഹറാമാണെന്നും ഓർക്കുക. ഒരു മുദ്ദ് 800 മില്ലി അളവാണ്. തൂക്കം ഏകദേശം 650 ഗ്രാം മുതൽ 750 ഗ്രാം വരെയാണ്. സൂക്ഷ്മത 750 ഗ്രാം കൊടുക്കലാണ്. 3/4 കിലോ മുദ്ദിൻ്റെ അളവ് പാത്രങ്ങൾ ഇന്ന് ലഭ്യമാണ്. ആ പാത്രം വാങ്ങി അളന്ന് കൊടുക്കുന്നതാണ് സൂക്ഷ്മതയ്ക്ക് നല്ലത്. നാട്ടിൽ സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന നല്ല ഇനം അരി തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഖളാ വീട്ടുമ്പോൾ അതാത് ദിവസങ്ങളുടെ മുദ്ദ് കൊടുക്കുകയോ മൊത്തം ഖളാ വീട്ടിയതിനു ശേഷം കൊടുക്കുകയോ ആവാം. തക്കതായ കാരണം മൂലമാണ് കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടാൻ കഴിയാതെ പോയതെങ്കിൽ, ഉദാഹരണത്തിന് രോഗം അല്ലെങ്കിൽ നോമ്പ് പിടിക്കാൻ കഴിയാത്ത ഗർഭാവസ്ഥ കാലമായിരുന്നു എങ്കിൽ ആ നോമ്പ് ഖളാ വീട്ടിയാൽ മതി, മുദ്ദ് കൊടുക്കേണ്ടതില്ല. നോമ്പെടുക്കാൻ കഴിയാത്ത വാർദ്ധക്യമോ മാരാവ്യാധി രോഗമോ ഉള്ളവരാണെങ്കിൽ അവർക്ക് നോമ്പ് നിർബന്ധമില്ല. അവർക്ക് മുദ്ദ് കൊടുക്കലാണ് നിർബന്ധം. ഒരു നോമ്പിന് ഒരു മുദ്ദ് വീതം കൊടുത്താൽ മതി. വർഷങ്ങൾ കൂടുന്നത് കൊണ്ട് ഈ മുദ്ദ് എണ്ണം കൂടുകയില്ല. ഇത് ഇമെയിൽ പറഞ്ഞവർക്കാണ്. മാരാവ്യാധി രോഗവും വാർദ്ധക്യമുള്ളവർക്കാണ്. അത്തരക്കാർ അന്നന്നത്തെ മുദ്ദ് അന്നന്ന് കൊടുക്കലാണ് നല്ലത്. റമദാൻ കഴിഞ്ഞ് കൊടുത്താലും വീടും. മുൻകൂട്ടി കൊടുക്കാൻ പറ്റില്ല. ചെന്നി പോലുള്ള രോഗങ്ങൾ മൂലം ബുദ്ധിയില്ലാത്തവർക്ക് നോമ്പും മുദ്ദും നിർബന്ധമില്ല. സുഖപ്പെടും എന്ന് പ്രതീക്ഷയുള്ള രോഗി നോമ്പുപേക്ഷിച്ചാൽ അസുഖം മാറിയതിന് ശേഷം ഖളാ വീട്ടുകയും വേണം. പകരം മുദ്ദ് കൊടുത്താൽ മതിയാവില്ല. റമദാനിൽ തക്കതായ കാരണം മൂലം നോമ്പുപേക്ഷിക്കേണ്ടി വരികയും പിന്നീട് അത് ഖളാ വീട്ടാൻ സാധിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അതിനു വേണ്ടി മുദ്ദ് കൊടുക്കുകയോ മറ്റൊരാൾ നോമ്പ് നോറ്റ് വീട്ടിക്കൊടുക്കുകയോ വേണ്ട.
അതേസമയം ഖളാ വീട്ടാൻ സമയം കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം മരിച്ചതെങ്കിൽ ബന്ധപ്പെട്ടവർ മുദ്ദ് കൊടുക്കുകയോ ഖളാ വീട്ടുകയോ വേണം. കാരണങ്ങളൊന്നുമില്ലാതെ അനാസ്ഥ മൂലം നഷ്ടപ്പെടുത്തിയതാണെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധപ്പെട്ടവർ മുദ്ദ് കൊടുക്കുകയോ നോമ്പ് നോറ്റുവീടുകയോ വേണം. കുട്ടിക്ക് പാല് കൊടുക്കാൻ പാലുണ്ടാവില്ല എന്ന ഭയം തോന്നി ഒരു ഉമ്മ നോമ്പ് ഉപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ ഗർഭിണി നോമ്പെടുത്താൽ ഗർഭത്തിലുള്ള കുഞ്ഞിന് അപകടം വരുമെന്ന് കണ്ട് നോമ്പ് ഉപേക്ഷിച്ചാൽ ആ നോമ്പുകൾ ഖളാ വീട്ടുകയും വേണം. ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം ഫക്കീർ മിസ്കീന് നൽകുകയും വേണം. ഗർഭാവസ്ഥ കാലത്ത് നോമ്പ് പിടിച്ചാൽ സ്വന്തം ശരീരത്തിനോ അല്ലെങ്കിൽ ഉമ്മക്ക് കുട്ടിക്ക് അപകടം വരുമെന്നോ പേടിച്ച് നോമ്പ് ഉപേക്ഷിച്ചാൽ മുദ്ദ് വേണ്ട, ഖളാ വീട്ടിയാൽ മാത്രം മതി. ഓരോ ദിവസത്തെയും മുദ്ദ് അന്നന്ന് കൊടുക്കുകയാണ് നല്ലത്. എല്ലാം കൂടി ഒരുമിച്ച് റമളാൻ കഴിഞ്ഞു കൊടുത്താലും പറ്റും. സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ള ഫക്കീർ, മിസ്കീൻ എന്നീ ഗണത്തിൽ പെട്ടവർക്കാണ് കൊടുക്കേണ്ടത്. സക്കാത്തിൻ്റെ മറ്റു അവകാശികൾക്കൊന്നും നോമ്പിൻ്റെ മുദ്ദ് കൊടുക്കാൻ പറ്റില്ല. എല്ലാം കൂടി ഒരാൾക്ക് കൊടുക്കുകയുമാവാം. പള്ളി, മദ്രസ, യതീംഖാന കുട്ടികൾ എന്നിവർക്കൊന്നും മുദ്ദ് കൊടുത്താൽ മുദ്ദ് വീടുകയില്ല. അരി ഭക്ഷണമാക്കി പാകം ചെയ്ത് കൊടുത്താലും വീടില്ല. മുദ്ദിന് പകരം അതിൻ്റെ വില കൊടുത്താലും വീടില്ല. അരിപ്പൊടിയും പറ്റില്ല. മുദ്ദുകളെ ഒന്നിൽ കൂടുതൽ ആളുകൾ കൊടുക്കുമ്പോൾ അരയും കാലുമൊക്കും വരാതെ സൂക്ഷിക്കണം. ഉദാഹരണം, ഒരാൾക്ക് 3 മുദ്ദ് കൊടുക്കുന്നതെങ്കിൽ ഒരു മിസ്കീൻ 1.5, മറ്റൊരു മിസ്കീന് 1.5 മുദ്ദ്. ആ തോതിൽ പാടില്ല. ഒരാൾക്ക് 1 മുദ്ദും മറ്റേയാൾക്ക് 2 മുദ്ദും എന്ന രൂപത്തിൽ കൊടുക്കാം. മുദ്ദ് വീടാൻ മരണം വരെ സമയമുണ്ട്. നോമ്പ് ഖളാ വീട്ടി പക്ഷേ മുദ്ദ് കൊടുക്കാതെ വർഷങ്ങൾ പിന്നിട്ടാലും മുദ്ദുകളുടെ എണ്ണം കൂടുകയില്ല. മുദ്ദ് വീടാതെ മരണപ്പെട്ടാൽ അനന്തര സ്വത്തിൽ നിന്ന് അത് വീട്ടിയെ അവരുടെ അനന്തര മുതൽ ഓഹരി ചെയ്യാൻ പാടുള്ളൂ. ഇത്തരം ബാധ്യതകളൊക്കെ നാം തന്നെ ആ സമയത്ത് തന്നെ വീട്ടലാണ് ഉത്തമം. മറന്നു പോകാനും മരണപ്പെട്ടാൽ ബന്ധപ്പെട്ടവർ വീട്ടാതിരിക്കാനും സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് അറിയാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും, അവരിലൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു അറിവാണ്. ഈ നോമ്പിൻ്റെ കാലത്ത് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.